അബദ്ധങ്ങളുടെ കൂമ്പാരമാണ് കേട്ടോ. ഈ ഒരു ഔട്ട്ഫിറ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും തകരാറുള്ളത് പോലെ തോന്നുന്നുണ്ടോ? ഇല്ല അല്ലേ? എനിക്കും അങ്ങനെ തന്നെയാണ്. എനിക്ക് ഡമ്മിലിട്ട സമയത്തായാലും നമ്മൾ ഫോട്ടോസ് എടുത്ത സമയത്തായാലും ഒന്നും എനിക്കൊരു പ്രശ്നം തോന്നിയിട്ടില്ല കേട്ടോ. നമ്മൾ ബോട്ടം പാർട്ടിൽ ഫുള്ളായിട്ട് സീക്വൻസ് ഫാബ്രിക് വരുന്ന സീക്വൻസ് വർക്ക്, ഹെവി ആയിട്ടുള്ള സീക്വൻസ് മെറ്റീരിയലും, പിന്നെ ബോഡി പാർട്ടിൽ നമ്മൾ ഒരു സ്ലോപ്പായിട്ട് നമ്മൾ പ്ലീറ്റ്സ് കൊടുത്തിട്ടാണ് കേട്ടോ ഈ ഒരു ഗൗൺ ചെയ്തിട്ടുള്ളത്. മോമിൻ്റെ ഗൗണിലാണ് കേട്ടോ നമുക്ക് വമ്പൻ പണി കിട്ടിയിട്ടുള്ളത്. ഞാൻ ഈ ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്ത് കസ്റ്റമറിന് അയച്ചു കൊടുത്ത് കസ്റ്റമർ കണ്ട് കസ്റ്റമർ ഇഷ്ടപ്പെട്ടു, ഓക്കെ കമൻസൊക്കെ പറഞ്ഞു, ബാലൻസുള്ള പേയ്മെൻറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാനൊരു അബദ്ധം കണ്ടത്. പിന്നെ നമ്മൾ കിഡിൻ്റെ ഡ്രസ്സിന് നമുക്ക് റെഫറൻസ് പിക്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മോമിൻ്റെ ഔട്ട്ഫിറ്റിനും കുറേ റെഫറൻസ് പിക്ക് തന്നിട്ടുണ്ട്. ഞാനിവിടെ കൊടുക്കുക ഓരോ കാര്യങ്ങളും വ്യക്തമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഈ അബദ്ധം ശരിക്കും നമ്മൾ അശ്രദ്ധ കൊണ്ട്, സത്യം പറഞ്ഞാൽ ഈ ലാസ്റ്റ് വീക്കിൽ എനിക്ക് ചെറിയ ബോഡി പെയിനൊക്കെ ഉണ്ടായ സമയത്ത് ഞാൻ കുറച്ച് വർക്കൊക്കെ ഇങ്ങനെ പെൻഡിങ്ങായി വെച്ചിട്ടുണ്ടായി. അങ്ങനെ എല്ലാ വർക്ക്സും ഒന്നിച്ചായപ്പോൾ പറ്റിയൊരു അബദ്ധമാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ ഒരു അബദ്ധം എന്നെപ്പോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റാറുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ഈ ബേബിൻ്റെ ഫ്രോക്കിൽ നമ്മൾ ഇതുപോലെ ഫെദേഴ്സാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായത്. അടിപൊളിയായിട്ടുള്ള ഫെദേഴ്സാണ്. പക്ഷേ നമ്മൾ ഈ ഒരു ഷെയ്ഡിലേക്ക് കിട്ടാൻ വേണ്ടി ഞാൻ ഒരുപാട് ഡേയ്സ് എനിക്ക് ഇതിനാണ് കേട്ടോ ചിലവായിട്ടുള്ളത്. നമ്മൾ ഈ ഫെദേഴ്സ് നമ്മൾ ലോക്കൽ മാർക്കറ്റിൽ കുറേ അന്വേഷിച്ചു, ഇവിടെ ഒന്നും ഇല്ലാതെ പിന്നെ നമ്മൾ കൊച്ചിയിലും കോഴിക്കോടൊക്കെ അന്വേഷിച്ചിട്ടുണ്ട്. അവസാനം കിട്ടിയതാണ് കേട്ടോ ഈ ഒരു ഫാബ്രിക്സ്, ഈ ഒരു ഫെദേഴ്സ് എന്ന് പറയുന്നത്. ഇതാണെങ്കിൽ ഭയങ്കര സ്മെല്ലായിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര സ്മെല്ലായിരുന്നു. കാണാനുള്ള ഭംഗിയേ ഉള്ളൂ കേട്ടോ. സത്യമായിട്ടും ഭയങ്കര ബാഡ് സ്മെല്ലാണ് കേട്ടോ. നമ്മൾ ഒറിജിനലായിട്ടുള്ള ഫെദേഴ്സ് ആയതുകൊണ്ടായിരിക്കണം. അപ്പോൾ ഞാൻ ലോക്കൽ മാർക്കറ്റിൽ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് നമ്മൾ ഓൺലൈനിൽ നോക്കി വീഡിയോ കോളൊക്കെ ചെയ്ത് കുറേ അങ്ങനെയൊക്കെയാണ് കേട്ടോ കൺഫേം ചെയ്തിട്ടുണ്ടായത്. പിന്നെ നമുക്ക് വേണ്ടത്ര ക്വാണ്ടിറ്റി ഫാബ്രിക്സ് ഉണ്ടായില്ല. എനിക്ക് 24 മീറ്റേഴ്സ് ഫാബ്രിക്കുമാണ് കേട്ടോ ഒരു 1 ഇയർ ബേബിക്ക് വേണ്ടി ചെയ്യാൻ. നമ്മളിങ്ങനെ ലെയേഴ്സായിട്ട് ചെയ്യല്ലേ. അപ്പോൾ നമ്മൾ നെറ്റ് ഫാബ്രിക്കൊക്കെ ചെയ്യുന്ന പോലെ അത്ര ഗ്യാപ്പിൽ ചെയ്യാനും പറ്റില്ല, കാരണം ഫെദേഴ്സ് തന്നെ വരുന്നില്ലേ. അപ്പോൾ ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്തിട്ട് നമ്മൾ നെറ്റ് ഫാബ്രിക്കിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം സാറ്റിൻ ഫാബ്രിക്കിൽ ചെയ്ത് നോക്കി. പക്ഷേ സാറ്റിൻ ഫാബ്രിക്കിൽ ചെയ്യുമ്പം നമ്മൾ ആ ഒരു ഗ്യാപ്പൊക്കെ വരുമ്പോൾ വല്ലാതെ നിൽക്കുന്നത്. അതുപോലെ തന്നെ നെറ്റ് ഫാബ്രിക്കിൽ ചെയ്യുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടെ ഫിനിഷിങ് ഉണ്ടാകും. ആ ഒരു ഫാബ്രിക്കിൽ ഇങ്ങനെ ഒഴുകി കിടക്കുകയും ചെയ്യും. നമുക്ക് ഈ ഒരു വേവി ആയിട്ടുള്ള ഫിനിഷിങ് കിട്ടുകയും ചെയ്യും കേട്ടോ. അങ്ങനെ ഞാൻ വീണ്ടും നെറ്റ് ഫാബ്രിക്കിലൊക്കെ ചെയ്തു. പിന്നെ ബോഡിയിൽ നമ്മൾ ഫുള്ളായിട്ട് സ്റ്റോൺ വർക്കാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ആ സെയിം സൈസിലുള്ള സ്റ്റോൺ എൻ്റെ കയ്യിൽ കുറവേ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ കുറച്ച് വലിയ സൈസുള്ളതാണ് കേട്ടോ. നമ്മൾ റെഫറൻസ് പിക്കിലുള്ള അതിനേക്കാളും കുറച്ച് വലുതാണ് കേട്ടോ. കാരണം നമ്മളെ കയ്യിൽ കുറച്ച് ഉണ്ടായിട്ടുള്ളൂ. എൻ്റെ കയ്യിലും പിന്നെ എൻ്റെ ഷോപ്പിലും ഒക്കെ അന്വേഷിച്ചപ്പോൾ അവിടെ കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ ഞാൻ കൊണ്ടുവന്നു. പക്ഷേ നമുക്ക് വേണ്ടത്ര നമ്മളിങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച സമയത്ത് ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മൾ സിബ് കൊടുത്തത് ഫുൾ സിബാണ് കേട്ടോ നമ്മൾ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഹെവി ആയിട്ടുള്ള ഫ്രോക്ക് ആയതുകൊണ്ട് തന്നെ ലാസ്റ്റ് ടൈമിൽ എനിക്ക് ഈ ഒരു കസ്റ്റമർ തന്നെ പാനൽ ഗൗൺ ചെയ്ത സമയത്ത് ഇത് റിപ്പീറ്റഡ് കസ്റ്റമറിന് വേണ്ടി ചെയ്തിട്ടാണ് കേട്ടോ. സിബ് ഇടാനും ഊരാനൊക്കെ ഭയങ്കര ഇൻവിസിബിൾ സിബായിട്ട് വെക്കുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാൻ ജാക്കറ്റിൻ്റെ സിബാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. റെഡ് ഷെയ്ഡ് ആയതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടില്ല. അപ്പം അബദ്ധം എന്താണെന്ന് വെച്ചാൽ ഇതാണ് കേട്ടോ. ഇത് നമ്മൾ നെറ്റ് ഫാബ്രിക്കാണ് നമ്മൾ ബോട്ടം പാർട്ടിൽ ഫസ്റ്റ് ലെയറായിട്ട് കൊടുത്തിട്ടുള്ള ഹെവി ആയിട്ടുള്ള സീക്വൻസ് ഫാബ്രിക്കിൻ്റെ മുകളിൽ. അപ്പോൾ അതിൽ നമ്മൾ അംബ്രല്ല കട്ടിൽ കട്ട് ചെയ്യുന്ന സമയത്ത് എന്തായാലും ഒരു ക്രോസിങ് വരുമല്ലോ. ഇത് ലെങ്തി ആയിട്ടുള്ള ഫ്രോക്ക് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ആ ക്രോസിങ് വന്നിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് പുറത്തേക്കായിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് അബദ്ധം പറ്റിയെന്ന് എനിക്കറിയാം. ഞാൻ പാക്ക് ചെയ്യുന്ന സമയത്താണ് ഇതിങ്ങനെ കാണുന്നത്. ജസ്റ്റ് ത്രെഡൊക്കെ എവിടെയും കട്ട് ചെയ്യാനുണ്ടോ നോക്കുന്ന സമയത്ത് എത്ര കട്ട് ചെയ്താലും എവിടെയൊക്കെയെങ്കിലും ഉണ്ടാവും കേട്ടോ നമ്മൾ പാക്ക് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ പാക്ക് ചെയ്യുന്ന സമയത്താണ് ഞാൻ ഇത് കണ്ടത്. പിന്നെ എന്തായാലും എനിക്ക് സമയമില്ലാത്തൊരു കാരണം അന്ന് എന്തായാലും ഇത് പോകില്ലാന്ന് തോന്നി. പിന്നെ നെക്സ്റ്റ് ഡേ ആണ് ഞാൻ ഏർലി മോർണിംഗ് ആണ് കേട്ടോ ഇത് വർക്ക് സ്റ്റാർട്ട് ചെയ്ത് 8:30 തന്നെ വന്നിട്ട് ഞാൻ ഷോപ്പിൽ വന്നിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്ത് വർക്ക്. കാരണം ലാസ്റ്റ് ഡേ എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല. ടൈം എന്തായാലും പിന്നെ അത് സ്റ്റിച്ചൊക്കെ ചെയ്ത് കഴിയുമ്പോൾ എന്തായാലും വണ്ടി വന്ന് പോയിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ നെക്സ്റ്റ് ഡേ ആണ് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ നമ്മൾ കുറച്ച് ലെങ്ത്ത് കുറയ്ക്കാനുണ്ടായിട്ടുണ്ട് കേട്ടോ. കസ്റ്റമർ പറഞ്ഞ ലെങ്ത്തിനേക്കാളും ഒരു പൊടി കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുറച്ച് കംപ്ലീറ്റ് ആക്കി. പിന്നെ നമ്മൾ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. ഈ ഫെദേഴ്സ് എവിടെ നിന്നാണ് വാങ്ങിയെന്ന് ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു പേഴ്സണലായിട്ട്. ഞാൻ ഓൺലൈൻ ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്കോ അല്ലെങ്കിൽ അവരുടെ പേജിൻ്റെ ഡീറ്റെയിൽസോ വേണമെന്നുണ്ടെങ്കിൽ DM ചെയ്താൽ മതി. ഇൻസ്റ്റാഗ്രാമിലോ വാട്സാപ്പിലോ DM ചെയ്താൽ മതി. പിന്നെ ഈ ഒരു ഫെദേഴ്സ് സത്യം പറഞ്ഞാൽ ഭയങ്കര സ്മെല്ലാണ് കേട്ടോ. അപ്പം ഞാൻ എന്താക്കിയെന്ന് വെച്ചാൽ നമ്മളെ ശരിക്കും ആ ഒരു കോഴീൻ്റെയൊക്കെ ആ ഒരു കോഴിക്കൂടിൻ്റെയൊക്കെ സ്മെല്ല് തന്നെയാണ് കേട്ടോ ഉണ്ടായിരുന്നു ഞാൻ ആ പാക്കിൽ നിന്ന് പൊളിക്കുന്ന സമയത്ത്. അപ്പോൾ ഞാൻ എന്താക്കി 2 ദിവസം പുറത്തിങ്ങനെ ഫുള്ള് നമ്മൾ ആ ഒരു ഇതിൽ നിന്ന് അഴിച്ചിട്ട് പാക്കിൽ നിന്ന് അഴിച്ചിട്ട് നമ്മൾ ആ ഒരു
ബോർഡിൽ ഇങ്ങനെ ചുറ്റിയിട്ടുണ്ടായി കേട്ടോ. അത് ഫുൾ ഇങ്ങനെ അഴയിൽ വിരിച്ചിട്ട് കേട്ടോ, അങ്ങനെ ആ സ്മെല്ല് അങ്ങനെ പോയിക്കോട്ടെ എന്ന് വെച്ചിട്ട്. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് കേട്ടോ നമ്മൾ ഫ്രോക്കിൻ്റെയൊക്കെ സ്റ്റിച്ചിങ് കുറച്ച് ലേറ്റ് ആയിപ്പോയത്. അപ്പോൾ ഇതിൽ നമ്മൾ മാച്ചിങ് ആയിട്ടുള്ള ഹെയർ ആക്സസറിയും പിന്നെ നമ്മൾ ഒരു മോമിന് നമ്മൾ ബാക്കിലേക്ക് ഇങ്ങനെ ഒരു ഷോൾഡറിൻ്റെ വരുന്നതൊരു ഒരു ഹാങ്ങിങ് പോലെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. ഇഷ്ടമായ കമൻറ്റ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.